بالله من الشيطان الرجيم بسم الله الرحمن الرحيم شهر رمضان الذي أنزل فيه القرآن هدى للناس وبينات من الهدى والفرقان فمن شهد منكم الشهر فليصمه ومن كان مريضا أو على سفر فعدة من أيام أخر يريد الله بكم اليسر ولا يريد بكم العسر ولتكملوا العدة ولتكبروا الله على ما هداكم ولعلكم تشكرون شهر رمضان الذي أنزل فيه القرآن ശുദ്ധമായ റമദാൻ, ശുദ്ധമായ ഖുർആൻ അവതരിക്കപ്പെട്ട ശുദ്ധമായ റമദാൻ, അത് ഹുദൽ ലിന്നാസ്, ആ ഖുർആൻ ഹുദൽ ലിന്നാസ് ജനങ്ങൾക്ക് മാർഗദർശനമായും വബയ്യിനാത്തിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ സത്യ വിവേചനം, അതേപോലെ തന്നെ സന്മാർഗത്തെ വിശദീകരിക്കുവാനും വേണ്ടി വിശുദ്ധമായ ഖുർആൻ ഇറങ്ങിയ, വിശുദ്ധമായ ഖുർആൻ ഇറക്കപ്പെട്ട വിശുദ്ധമായ റമദാൻ മാസം. ഫമൻ ശഹിദ മിൻകും അശ്ശഹ്റ ഫൽയുസും, ആരെങ്കിലും ആ മാസത്തിൽ സന്നിധരായാൽ അവർ നോമ്പനുഷ്ഠിച്ചു കൊള്ളട്ടെ. വമൻ കാന മരീളൻ ഔ അലാ സഫരിൻ ഫഇദ്ദത്തും മിൻ അയ്യാമിൻ ഉഖർ, ആരെങ്കിലും രോഗികളാവുകയോ അല്ലെങ്കിൽ യാത്രക്കാരനാവുകയോ ചെയ്താൽ നിർണതമായ ആ എണ്ണക്കണക്കനുസരിച്ചുകൊണ്ട് മറ്റൊരു സന്ദർഭത്തിൽ ആ നോമ്പനുഷ്ഠിച്ചു വീട്ടട്ടെ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് യുരീദുല്ലാഹു ബിക്കുമുൽ യുസ്ര വലാ യുരീദു ബിക്കുമുൽ ഉസ്ര, പടച്ചതമ്പുരാൻ നിങ്ങൾക്ക് യാതൊരു പ്രയാസവും ഉദ്ദേശിക്കുന്നില്ല, നിങ്ങൾക്ക് ലളിതമാണ് അള്ളാഹു ഉദ്ദേശിക്കുന്നത് എന്ന് വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നോമ്പ് മാസത്തെ സംബന്ധിച്ചും നോമ്പ് സംബന്ധമായും വിശുദ്ധമായ ഖുർആനെ സംബന്ധിച്ചും പറയുന്നു. പുണ്യ റമദാൻ സമാഗതമായി കേരളത്തിലെ വിവിധ സ്ഥലങ്ങളിൽ ശവ്വാൽ മാസം പൂർത്തിയായി റമദാൻ ചന്ദ്രക്കല നീലാകാശത്തിൽ ദൃശ്യമായതോടെയാണ് ഇന്ന് വ്രതാനുഷ്ഠാനത്തിന് തുടക്കമായത്. ഇതോടെ ഇസ്ലാം മത വിശ്വാസികൾ ആത്മവിശുദ്ധിയുടെ നാളുകളിലേക്കാണ് പ്രവേശിച്ചിരിക്കുന്നത്. പുണ്യങ്ങൾ പെയ്തിറങ്ങുന്ന മുസ്ലിങ്ങളുടെ ഒരു മാസം നീണ്ടു നിൽക്കുന്ന പരിശുദ്ധ റമദാനിൽ ഹൃദയങ്ങളിൽ ഇനി വിശുദ്ധിയുടെ പരിമളം. ഇസ്ലാം മത വിശ്വാസികൾക്ക് ആത്മീയ ഔന്നിത്യത്തിന്റെ പുണ്യമാസം. പ്രഭാതം മുതൽ പ്രദോഷം വരെ അന്നപാനീയങ്ങളും ദേഹേച്ഛകളും വെടിഞ്ഞ് ഭൗതിക പ്രലോഭനങ്ങളിലൊന്നും വീഴാതെ അള്ളാഹുവിന്റെ മാർഗത്തിലൂടെ മുന്നോട്ടു പോവാൻ കരുത്തും കർമ്മഫലവും നേടാനുള്ള നാളുകളാണിത്. നന്മയിലേക്ക് ഒരുമിച്ച് നടക്കാൻ, സഹജീവികളെ ചേർത്ത് പിടിക്കാൻ, ഇല്ലായ്മക്കാരനെ സഹായിക്കാൻ, വിശ്വപ്രമാണത്തെ ഹൃദയത്തിൽ ഉറപ്പിക്കാൻ റമദാന്റെ പുണ്യദിനങ്ങളിൽ വിശ്വാസികൾക്കാവേണ്ടതുണ്ട്. നന്മയുടെ വസന്തകാലത്തിൽ മനസ്സും ശരീരവും ആത്മാവും ഒരുപോലെ സജീവമാകുന്ന സവിശേഷമായ കർമ്മങ്ങളിലൊന്നാണ് വ്രതം. തഖ്വയാണ് നോമ്പിന്റെ അടിസ്ഥാന ലക്ഷ്യം. നിങ്ങൾ തഖ്വയുള്ളവരാകാൻ വേണ്ടിയാണ് നോമ്പ് നിശ്ചയിച്ചതെന്ന് ഖുർആൻ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. വിശുദ്ധ ഖുർആൻ ഇറങ്ങിയ മാസമാണ് റമദാൻ. അതുകൊണ്ട് നിങ്ങളിൽ ആരെങ്കിലും ആ മാസത്തിൽ സന്നിധരാണോ അവർ ആ മാസം നോമ്പ് നോൽക്കേണ്ടതാണെന്ന് ഖുർആൻ ഓർമ്മിപ്പിക്കുന്നു. ഇത്തവണ മാർച്ച് മാസ തുടക്കത്തിലെ ഉഷ്ണകാലത്താണ് പുണ്യവസന്തമായ റമദാൻ കടന്നു വന്നിരിക്കുന്നത്. എരിയുന്ന വേനൽ പ്രതികൂലമാണെങ്കിലും സത്യവിശ്വാസികളെ സംബന്ധിച്ച് നന്മകളുടെ വിതക്കൽ കാലമാണ് ഇനിയുള്ള ഈ ഒരു മാസം. റമദാൻ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ കരിച്ചു കളയുക എന്നതാണ്. തെറ്റായ ചിന്തകളും വാക്കുകളും ആഗ്രഹങ്ങളും പ്രവൃത്തികളും കരിച്ചു കളഞ്ഞ് ആത്മീയതയുടെ വിളവ് കൊയ്യാനുള്ള പരിശ്രമമാണ് ഈ മാസത്തിലുടനീളം മുസ്ലിം മതവിശ്വാസികളിൽ നിന്നുണ്ടാവേണ്ടത്. ശരീരവും മനസ്സുമെല്ലാം അള്ളാഹുവിന് സമർപ്പിക്കണമെന്നാണ് ഇസ്ലാമിൽ ആരാധനകളുടെ മർമ്മം. റമദാനിൽ നന്മകൾക്ക് 10 മുതൽ 70 ഇരട്ടി വരെ പ്രതിഫലം ലഭിക്കും. ഈ മാസത്തിൽ സ്വർഗീയ കവാടങ്ങൾ തുറന്നിടുകയും നരകത്തിന്റെ വാതിലുകൾ കൊട്ടിയടക്കപ്പെടുകയും പിശാചുകളെ ചങ്ങലയിൽ ബന്ധിപ്പിക്കുകയും ചെയ്യും. എല്ലാ നിലക്കും ശുദ്ധീകരിക്കുന്ന സുഹൃത മാസത്തിൽ സർവശക്തന്റെ തൃപ്തിയിലും സന്തോഷത്തിലും മുഴുവൻ സമയവും ചെലവഴിക്കാൻ വിശ്വാസികൾക്ക് കഴിയേണ്ടതുണ്ട്. ഖുർആൻ പാരായണം ചെയ്തും രാത്രി തറാവി നിസ്കാരത്തിലും സജീവമാകുകയും ചെയ്യുകയാണ് മുസ്ലിങ്ങൾ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ സയ്യിദിനാ വഹബീബിനൽ മുസ്തഫ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം
വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാനികളായ സത്യവിശ്വാസികൾ, 2 മാസത്തെ കാത്തിരിപ്പിനൊടുവിൽ വിശുദ്ധമായ റമദാൻ നമ്മിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. പുണ്യങ്ങളുടെ പൂക്കാലമായ വിശുദ്ധമായ റമദാൻ സൃഷ്ടാവായ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് കനിഞ്ഞേകിയ ദിനരാത്രങ്ങളാണ്. സുഹൃതങ്ങൾ കൊണ്ട് അതിനെ ചൈതന്യമുള്ളതാക്കുവാൻ നാം എല്ലാവരും പരിശ്രമിക്കേണ്ടതുണ്ട്. 11 മാസക്കാലം സാഹചര്യങ്ങളുടെ സമ്മർദ്ദങ്ങൾക്ക് വിധേയമായി, പൈശാചികമായ ദുർബോധനങ്ങൾക്ക് വിധേയമായി പാപഭംഗിതമായ ജീവിതം നയിച്ച മനുഷ്യർക്ക് അവരുടെ പാപങ്ങളെ കഴുകിക്കളയുവാൻ, അവർക്ക് സൽക്കർമ്മങ്ങളിലൂടെ, സുഹൃതങ്ങളിലൂടെ സൃഷ്ടാവിലേക്ക് അടുക്കുവാൻ ഏറ്റവും പര്യാപ്തമായ ദിനരാത്രങ്ങളാണ് നമ്മിലേക്ക് കടന്നു വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വിശുദ്ധമായ റമദാനിൽ സുഹൃതങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ട്, പാപങ്ങളിൽ നിന്ന് വിട്ടുനിന്നുകൊണ്ട്, തടിയീച്ചയെ നിയന്ത്രിച്ചുകൊണ്ട് നോമ്പനുഷ്ഠിക്കുവാൻ അല്ലാഹു പറഞ്ഞിരിക്കുന്നത്. ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ തഖ്വയുള്ളവരാകുന്നതിനു വേണ്ടി, ഭക്തിയുള്ളവരാകുന്നതിന് വേണ്ടി നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു എന്ന് അല്ലാഹു പറയുമ്പോൾ, നമ്മുടെ തടിയീച്ച നമ്മെ തിന്മകൾക്ക് പ്രേരിപ്പിക്കുന്ന, നന്മകൾ ചെയ്യുന്നതിൽ ഉദാസീനതയുണ്ടാക്കി തീർക്കുന്ന, നന്മകൾ ചെയ്യുന്നതിൽ നമുക്ക് മടിയുണ്ടാക്കി തീർക്കുന്ന ഈ തടിയീച്ചയെ നിയന്ത്രിക്കുക, അത് നോമ്പിലൂടെ മാത്രമേ സാധ്യമാവുകയുള്ളൂ. അതുകൊണ്ട് തന്നെ തടിയീച്ചയെ നിയന്ത്രിച്ചുകൊണ്ട്, പാപങ്ങളിൽ നിന്ന് വിട്ടുനിന്നുകൊണ്ട്, സൃഷ്ടാവിൻ്റെ കൽപ്പനകൾ അനുസരിക്കാൻ പാകത്തിൽ നമ്മുടെ മനസ്സ് പരിവർത്തിക്കപ്പെടുമ്പോഴാണ് നോമ്പ് തന്നെ നമുക്ക് ഉപകാരപ്പെടുന്നത്. ഈ വിശുദ്ധമായ റമദാൻ നമുക്ക് ഉപകാരപ്പെടുന്നത്. ഹൃദയവിശുദ്ധി നേടിത്തരിക എന്നുള്ളതാണ് വിശുദ്ധമായ നോമ്പിൻ്റെ മറ്റൊരു വലിയ നേട്ടം. ഹൃദയവിശുദ്ധി ഉണ്ടെങ്കിൽ മാത്രമേ സൃഷ്ടാവായ അല്ലാഹുവിനെ തിരിച്ചറിയുവാനും റബ്ബിന്റെ കൽപ്പനകൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാനും കഴിയുകയുള്ളൂ. വിശുദ്ധമായ റമദാൻ 3 ഭാഗമാകുമ്പോൾ അതിൻ്റെ 1-ാമത്തെ 10 കാരുണ്യത്തിൻ്റെ 10ആണ്. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ട്, സഹജീവികളുടെ പ്രയാസങ്ങൾ മനസ്സിലാക്കിയും അവരുടെ വിഷമങ്ങൾ മനസ്സിലാക്കി അവരെ സഹായിച്ചുകൊണ്ട് സൃഷ്ടാവിൻ്റെ കാരുണ്യം നേടിയെടുക്കേണ്ട 10 ദിനരാത്രങ്ങൾ. നിരന്തരമായി അല്ലാഹുമ്മ റഹംനി യാ അർഹമർ റഹീമീൻ എന്ന് ഒരു സത്യവിശ്വാസി തൻ്റെ അതരങ്ങളിലൂടെ ഉരവിടുമ്പോൾ, തൻ്റെ സഹജീവികളോട് താൻ കാരുണ്യം കാണിച്ചിരിക്കണം. അപ്പോഴാണ് സൃഷ്ടാവിൻ്റെ കാരുണ്യവും തനിക്ക് ലഭിക്കുക. അതുപോലെ തന്നെ 2-ാമത്തെ 10 പാപമോചനത്തിൻ്റെ 10ആണ്. നിരന്തരമായി സൃഷ്ടാവിനോട് പാപങ്ങൾ പുറത്തു തരാൻ വേണ്ടി, പാപങ്ങൾ പൊറുപ്പിക്കുന്നതിന് വേണ്ടി അഭ്യർത്ഥിക്കുകയും അപേക്ഷിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഈ 10-ൽ ഒരു സത്യവിശ്വാസിക്ക് ചെയ്യാനുള്ളത്. സാഹചര്യങ്ങളുടെ സമ്മർദ്ദങ്ങൾക്ക് വിധേയമായ തെറ്റുകൾ, പൈശാചികമായ ദുർബോധനങ്ങൾക്ക് വിധേയമായ മനുഷ്യരിൽ നിന്ന് തെറ്റുകൾ സംഭവിച്ചുപോയി. ആ തെറ്റുകൾ എത്ര വലിയ തെറ്റുകളാണെങ്കിലും അത് പുറത്തു തരുന്ന കാരുണ്യവാനായ സൃഷ്ടാവ്, ആ അല്ലാഹുവിൻ്റെ കാരുണ്യവും സ്നേഹവും അടുത്തറിയുവാൻ പറ്റിയ പര്യാപ്തമായ ഈ സന്ദർഭങ്ങളൊക്കെ നമ്മൾ ഉപയോഗപ്പെടുത്തണം. സൃഷ്ടാവിനെ സ്നേഹിച്ചുകൊണ്ട് ആരാധിക്കുമ്പോഴാണ് ആരാധനയ്ക്ക് ഭംഗിയുണ്ടാവുന്നത്. അതിന് സൃഷ്ടാവ് നമുക്ക് ചെയ്തു തന്നിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളും തിരിച്ചറിയണം. സൃഷ്ടാവിന് നമ്മോടുള്ള സ്നേഹവും കാരുണ്യവും വാത്സല്യവും ആ കൃപയും അതൊക്കെയും നാം തിരിച്ചറിയണം. അപ്പോഴാണ് നമുക്ക് സൃഷ്ടാവിനോട് സ്നേഹമുണ്ടാവുക. അങ്ങനെ സൃഷ്ടാവിനെ സ്നേഹിച്ചുകൊണ്ട്, സൃഷ്ടാവിനോട് ആ സ്നേഹത്തിൽ നിന്നുണ്ടാകുന്ന ഭയം കൊണ്ട് അടുക്കുവാനുള്ള നല്ലൊരു സന്ദർഭമാണ് ഈ വിശുദ്ധമായ റമദാനിലെ 2-ാമത്തെ 10. 3-ാമത്തെ 10 നരക വിമോചനത്തിൻ്റെ 10ആണ്. മനുഷ്യര് സൃഷ്ടാവിൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും ആസ്വദിച്ചുകൊണ്ട്, ഉപയോഗിച്ചുകൊണ്ട് പാപങ്ങൾ ചെയ്യുമ്പോൾ അവൻ സ്വന്തത്തോടാണ് അക്രമം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ സ്വയം അക്രമിയായി മാറിയ മനുഷ്യൻ, സൃഷ്ടാവിൻ്റെ കൽപ്പനകൾ ധിക്കരിച്ചുകൊണ്ട് ജീവിക്കുന്ന മനുഷ്യൻ
സൃഷ്ടാവിന്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും ആസ്വദിച്ചുകൊണ്ട് ഉപയോഗിച്ചുകൊണ്ട് ജീവിക്കുമ്പോഴും സൃഷ്ടാവിനെ ധിക്കരിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യൻ, അവനിക്ക് സൃഷ്ടാവ് ഒരുക്കി വെച്ചിരിക്കുന്നത് നരകമാണ്. ആ നരകം, അതിൽ നിന്ന് വിമോചനം നേടിയെടുക്കാനുള്ള നല്ലൊരു സന്ദർഭം, അതിനുവേണ്ടിയുള്ള പരിശ്രമം, ഇബാദത്തുകളിലൂടെ പരിശ്രമിക്കുക, തെറ്റുകളിൽ നിന്ന് അകന്നു നിന്നുകൊണ്ട് പരിശ്രമിക്കുക, ചെയ്തു പോയ പാപങ്ങൾ പൊറുക്കാൻ വേണ്ടി സൃഷ്ടാവിനോട് അപേക്ഷിക്കുക. അതിലൂടെയാണ് നരക വിമോചനം നേടിയെടുക്കാൻ മനുഷ്യനിക്ക് സാധിക്കുന്നത്. ഈ വിശുദ്ധമായ റമദാൻ, അതിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് വിശുദ്ധമായ ഖുർആൻ അവതീർണമായ മാസമാണ് വിശുദ്ധമായ റമദാൻ. അതുകൊണ്ട് തന്നെ മാനവരാശിയുടെ വിജയത്തിന് വേണ്ടി, മാനവരാശിയുടെ ഇഹപര വിജയത്തിന് വേണ്ടിയും മാനവരാശിയുടെ മോക്ഷത്തിന് വേണ്ടിയുമൊക്കെ സൃഷ്ടാവായ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഇറക്കി തന്നതാണ് വിശുദ്ധമായ ഖുർആൻ. സൃഷ്ടാവിൻ്റെ കൽപ്പനകളും വിധിവിലക്കുകളുമാണ് വിശുദ്ധമായ ഖുർആനിലുള്ളത്. ആ വിശുദ്ധമായ ഖുർആൻ ധാരാളമായിട്ട് പാരായണം ചെയ്തുകൊണ്ട് സൃഷ്ടാവിലേക്ക് അടുക്കുവാനുള്ള സന്ദർഭം നമ്മൾ ഉപയോഗപ്പെടുത്തുക. മനുഷ്യർ എഴുതി വച്ചിരിക്കുന്ന എല്ലാ ടെക്സ്റ്റ് മെസ്സേജുകളും മറ്റ് സോഷ്യൽ മീഡിയകളിലൊക്കെ നമുക്ക് ഉപയോഗിക്കുവാനും വായിക്കുവാനും ഒക്കെ സമയം കണ്ടെത്തുമ്പോഴും നമ്മുടെ വിജയത്തിന് വേണ്ടി, രക്ഷയ്ക്ക് വേണ്ടി, വിമോചനത്തിന് വേണ്ടി നമ്മുടെ സൃഷ്ടാവായ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് ഇറക്കി തന്ന വിശുദ്ധമായ ഖുർആൻ അത് പാരായണം ചെയ്യാൻ ഈ ഒരു മാസക്കാലം പോലും നമുക്ക് കഴിഞ്ഞിട്ടില്ല എങ്കിൽ അതിലേറെ പരാജയം മറ്റെന്താണ്? നാം ചെയ്യുന്നത് വലിയൊരു അക്രമമാണ്, നന്ദികേടാണ്. അതുകൊണ്ട് തന്നെ സൃഷ്ടാവുമായിട്ട് കൂടുതൽ അടുക്കാൻ നമുക്ക് കഴിയുന്ന ഈ വിശുദ്ധമായ ഖുർആൻ ധാരാളം പാരായണം ചെയ്തുകൊണ്ട് നാളെയുടെ ജീവിതത്തിന് വേണ്ടി ഒരുപാട് സൽക്രമങ്ങൾ നാം ഒരുക്കി വെക്കേണ്ടതുണ്ട്. നാഥൻ അതിന് തൗഫീക്ക് ചെയ്യട്ടെ. അതേപോലെ തന്നെ സദഖ ചെയ്യുക, പാവങ്ങളെ സഹായിക്കുക, കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുക, ഇല്ലാത്തവരെ സഹായിക്കുക. ഇതൊക്കെയാണ് ഈ ഒരു മാസത്തിൽ നമുക്ക് ചെയ്യാനുള്ളത്. അങ്ങനെ ചെയ്തുകൊണ്ട് സൃഷ്ടാവിലേക്ക് കൂടുതൽ എടുക്കുവാൻ നാം പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീക്ക് ചെയ്യട്ടെ എന്ന് ദുആ ചെയ്യുന്നു. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.